Hi all, hearty welcome to our spoken English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് എന്ത് വേണോ ചൂസ് ചെയ്യാം, അല്ലെ? നമുക്ക് എന്ത് വേണോ പ്രിഫർ ചെയ്യാം. പ്രിഫർ എന്ന് പറയുന്ന പദം. അപ്പോൾ പ്രിഫർ ചെയ്യുന്നതിന് വ്യത്യസ്തമായ രീതികൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പ്രിഫറൻസിന്റെ വ്യത്യസ്തമായ രീതികൾ, അതായത് നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള രീതികൾ നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ നമുക്കത് ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തെ വാക്ക് പ്രിഫർ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. അപ്പൊ പ്രിഫർ, ഞാൻ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ പ്രിഫർ എന്നുള്ള വാക്ക് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്ന രീതികൾ നമുക്ക് നോക്കാം. പ്രിഫർ, രണ്ട് കാര്യങ്ങളുള്ളപ്പോൾ അതിൽ നമ്മൾ മുൻഗണന കൊടുത്ത് തിരഞ്ഞെടുക്കുന്നത് ഏതാണ് എന്ന് കാണിക്കുന്നതിനാണ് പ്രിഫർ എന്ന പദം ഉപയോഗിക്കുന്നത്. വാട്ട് ഡു യു പ്രിഫർ എന്നൊരു ചോദ്യം, നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്കത് 3 രീതിയിൽ ഉത്തരം പറയാം. ഒന്നാമതായി ഐ പ്രിഫർ ബുക്സ് ദാൻ TV, അല്ലെങ്കിൽ ഐ പ്രിഫർ ബുക്സ് ടു TV, അതുമല്ലെങ്കിൽ ഐ പ്രിഫർ റീഡിംഗ് ബുക്സ് ദാൻ വാച്ചിങ് TV. ഇതിന് 3നും ഒരേ അർത്ഥമാണ് ഉള്ളത്. അതായത് TV കാണുന്നതിനേക്കാൾ ഞാൻ പുസ്തകം വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് പ്രിഫർ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഷീ പ്രിഫേഴ്സ് റെഡ് ടു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവൾ കറുപ്പിനേക്കാൾ ചുവപ്പാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അർത്ഥം. ദേ പ്രിഫർ റൈസ് ദാൻ വീറ്റ്, അവർ ഗോതമ്പിനേക്കാൾ അരിയാണ് തിരഞ്ഞെടുക്കുന്നത്. വി പ്രിഫർ അവർ ടീ വിതൗട്ട് ഷുഗർ, ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചായ പഞ്ചസാര ഇല്ലാതെ മതി. അതായത് പഞ്ചസാര ഉള്ള ചായയേക്കാൾ പഞ്ചസാര ഇല്ലാത്ത ചായയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡു യു പ്രിഫർ ഹോട്ട് ഓർ കോൾഡ് വാട്ടർ, നിങ്ങൾ ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വി പ്രിഫർ ഗോയിങ് ബൈ കാർ ദാൻ ബസ്, ഞങ്ങൾ ബസ്സിൽ പോകുന്നതിനേക്കാൾ കാറിൽ പോകുന്നതാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ ചിൽഡ്രൻ പ്രിഫർ മൊബൈൽ ഗെയിംസ് ദാൻ ഔട്ട്ഡോർ ഗെയിംസ്, വീടിന് പുറത്തുള്ള കളികളേക്കാൾ മൊബൈൽ ഗെയിംസാണ് ഞങ്ങളുടെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തത് വുഡ് പ്രിഫർ, അത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വുഡ് പ്രിഫർ, അപ്പോൾ വുഡ് പ്രിഫറിന്റെ രീതി നോക്കാം. വുഡ് പ്രിഫർ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ പ്രിഫറൻസ്, അതായത് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചോയ്സിനെ കാണിക്കുന്നതിനാണ്. ഇതിൻ്റെ റെഫറൻസ് നമുക്ക് പ്രസൻറ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വുഡ് പ്രിഫർ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഐ വുഡ് പ്രിഫർ ടു ഗോ ദർ ബൈ മൈസെൽഫ്, ഇത് ഫ്യൂച്ചറുമായിട്ട് റെഫറൻസ് ഉള്ള ഒരു സെൻറ്റൻസാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ സ്വയം പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സെൻറ്റൻസിൽ ഒരു ചോയ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും മറ്റുള്ളവർ പോകുക എന്നതിനേക്കാൾ സ്വയം പോകുക എന്നൊരു കാര്യമാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഷീ വുഡ് പ്രിഫർ ടു ബൈ എ കാർ, 2 വാഹനങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു കാറും മറ്റേതെങ്കിലും ഒരു വാഹനവും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഇത് പറയുന്നത്. ഷീ വുഡ് പ്രിഫർ ടു ബൈ എ കാർ എന്ന് പറഞ്ഞാൽ അവൾ കാറാണ് വാങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദേ വുഡ് പ്രിഫർ എ ക്വയറ്റ് പ്ലേസ്, അവർ ഒരു ശാന്തമായ പ്രദേശമാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ശാന്തമല്ലാത്ത ഒരു പ്രദേശവും കൂടി ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും വെച്ച് അവർ ശാന്തമായ പ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത്. ഐ വുഡ് പ്രിഫർ ഹിം ടു കം ലേറ്റർ, അവൻ പിന്നീട് വരുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് അവൻ നേരത്തെ വരുന്നതും പിന്നീട് വരുന്നതും എന്ന 2 കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവൻ പിന്നീട് വരുന്നതാണ് ഞാൻ ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. വുഡ് യു പ്രിഫർ മീ ടു ഡ്രൈവ് ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് വേഗത്തിലും വണ്ടി ഓടിക്കാം അല്ലെങ്കിൽ സ്ലോ ആയിട്ടും വണ്ടി ഓടിക്കാം. അപ്പോൾ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അടുത്തതാണ് വുഡ് റാദർ. വുഡ് റാദർ, അപ്പോൾ വുഡ് റാദർ എന്ന് പറയുന്ന ആ രീതി എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. വുഡ് റാദർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിഫർ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്.
അതുമാത്രമല്ല 2 കാര്യങ്ങൾ തന്നിട്ട് അതിനേക്കാളും ഇതാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല ദാൻ എന്ന ഒരു കണക്റ്റിംഗ് വേർഡ് കൂടി ആ സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷീ വുഡ് റാദർ ഡ്രൈവ് ദാൻ ടേക്ക് ദ ട്രെയിൻ. ട്രെയിന് പോകുന്നതിനേക്കാൾ ഡ്രൈവ് ചെയ്ത് പോകാനാണ് അവൾ പ്രിഫർ ചെയ്യുന്നത്. കിഡ്സ് വുഡ് റാദർ പ്ലേ ദാൻ സ്റ്റഡി. കുട്ടികൾ പഠിത്തത്തേക്കാൾ കളിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഐ വുഡ് റാദർ വാച്ച് എ മൂവി അറ്റ് ഹോം ദാൻ ഗോ ടു തിയേറ്റർ. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനേക്കാൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഷീ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോ ഔട്ട്. പുറത്തു പോകുന്നതിനേക്കാൾ വീട്ടിലിരിക്കുന്നതാണ് അവൾ തിരഞ്ഞെടുക്കുന്നത്. യു വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ ദാൻ സ്റ്റേ അൺഹെൽത്തി. അനാരോഗ്യകരമായ അവസ്ഥയിലായിരിക്കുന്നതിനേക്കാൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നീ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത്. 4-മത്തേതാണ് റാദർ ദാൻ. റാദർ ദാൻ, റാദർ ദാൻ എങ്ങനെ നമുക്ക് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. റാദർ ദാൻ 2 കാര്യങ്ങളുള്ളപ്പോൾ അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് അതിലും കൂടുതൽ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഐ ഡ്രിങ്ക് കോഫി റാദർ ദാൻ ടീ. ഞാൻ ചായയേക്കാളും കൂടുതൽ കാപ്പിയാണ് കുടിക്കുന്നത്. ഹീ റീഡ്സ് ബുക്സ് റാദർ ദാൻ വാച്ചസ് ടി വി. അവൻ ടി വി കാണുന്നതിലും അധികമായി പുസ്തകങ്ങൾ വായിക്കുന്നു. ക്യാൻ വി കം ഓവർ ഓൺ സാറ്റർഡേയ്സ് ദാൻ സൺഡേയ്സ്. ഞങ്ങൾക്ക് ഞായറാഴ്ചകളേക്കാളും അധികമായി ശനിയാഴ്ചകളിൽ വരാൻ പറ്റുമോ? ഷീ ടുക്ക് ദ ബ്ലെയിം റാദർ ദാൻ ബ്ലെയിമിങ് എവരി വൺ എൽസ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അവൾ തന്നെ ആ കുറ്റം ഏറ്റെടുത്തു. റിമ ബോട്ട് റെഡ് ചില്ലി റാദർ ദാൻ ഗ്രീൻ. റിമ പച്ചമുളകിനേക്കാൾ അധികം ചുവന്ന മുളക് വാങ്ങി. ഷീ ഈറ്റ്സ് സ്ലോലി റാദർ ദാൻ ക്വിക്ക്ലി. അവൾ വേഗത്തിൽ എന്നതിനേക്കാളും പതുക്കെയാണ് കഴിക്കുന്നത്. നിങ്ങൾ ഈ പ്രിഫറൻസിന്റെ 4 രീതികൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണെന്ന് അറിയാലോ? പ്രിഫർ, വുഡ് റാദർ, റാദർ ദാൻ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്കുകൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സംസാരത്തിൽ ഈ 4 വാക്കുകളും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അടുത്ത ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.